ഉത്തരാഖണ്ഡിലെ മസൂറി ഏറ്റവും വൃത്തിയുള്ള ഒരു ചെറിയ പട്ടണം. തീർച്ചയായും വരേണ്ട ഉത്തരാഖണ്ഡിലെ ഒരു സ്ഥലം കൂടിയാണ് മസൂറി. കാടും മലയും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന അടിപൊളി ഒരു വീഡിയോയാണിത്. അങ്ങനെ ഇതാ നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിലാണ്. 3 ഭാഷകളിലാണ് റെയിൽവേ സ്റ്റേഷന്റെ പേര് എഴുതിയേക്കുന്നത്. ഒന്ന് ഡെറാഡൂൺ ഇംഗ്ലീഷ്, ഒന്ന് ഹിന്ദി, ഒന്ന് ഉറുദു. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണിത്. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇവിടുന്നാണ് നമുക്ക് മസൂറിക്ക് പോകാനുള്ള ബസ് കിട്ടുന്നത്. ടിക്കറ്റ് നേരത്തെ വന്ന് നിന്ന് എടുത്താൽ മാത്രമേ ഈ ബസ്സിലിരുന്ന് പോകാൻ പറ്റുള്ളൂ. നിന്ന് പോകാനുള്ള ആൾക്കാർ ആരെയും ഈ ബസ്സിൽ കയറ്റില്ല. നമ്മുടെ നാട്ടിലെ പോലെ കുത്തി നിറച്ച് ആൾക്കാരെ കയറ്റുന്ന പരിപാടിയില്ല. സീറ്റിൽ ഇരിക്കാവുന്ന ആൾക്കാരെ മാത്രമേ ഇവർ ഇവിടുന്ന് എടുക്കുകയുള്ളൂ. പെട്ടെന്ന് തന്നെ ബസ്സിൽ ഉറങ്ങിപ്പോയി. ഏകദേശം മസൂറി എത്താനായപ്പോഴാണ് നമ്മൾ എണീറ്റത്. ബസ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ബസ് സ്റ്റാൻഡൊന്നുമല്ല, റോഡിന്റെ ഒരു സൈഡിൽ ടാക്സി സ്റ്റാൻഡിന്റെ സൈഡിലായിട്ടാണ് ബസ് നിർത്തിയത്. നമുക്ക് ഇവിടുന്ന് നേരെയാണ് നടന്നു പോകേണ്ടതെന്ന് തോന്നുന്നു ടൗണിലേക്ക്. ഇതാണ് മസൂറി ടൗൺ. ചെറിയൊരു ടൗൺ ആണ്, നല്ല വൃത്തിയുള്ള ഒരു ടൗൺ ആണ് ശരിക്കും. ഇപ്പൊ ചെറിയൊരു മഴ കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് നമ്മളിവിടെ വന്നത്. ബൈക്ക് റെന്റലിന് 2 ചെക്കന്മാർ നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പൊ എന്തായാലും നമുക്ക് ബൈക്ക് അത്യാവശ്യമാണ്. ഈ 350 രൂപ ഒരു ദിവസത്തേക്ക് റെന്റ് വരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഉമ്മാരുടെ അടുത്ത് നമ്മൾ ബൈക്ക് റെന്റിനെടുത്ത്. ടെന്റും ബാഗും ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ തൂക്കിയിട്ടുണ്ട് നടക്കല് വൻ ടാസ്ക് ആണ്. സ്കൂട്ടറിലാകുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ മാക്സിമം സാധനം അതിൽ തന്നെ വെക്കാം. ഇവിടെ പെട്രോൾ അടിച്ച് നമ്മൾ വണ്ടിയിൽ 94 രൂപയുള്ള 1 ലിറ്റർ പെട്രോളിന്. ഇവിടുത്തെ റോഡുകളൊക്കെ അടിപൊളിയാട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വഴികളും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ശാന്തമായ റോഡുകളാ. വലിയ തിരക്കോ കാര്യങ്ങളോ ഹോണടിയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഫുള്ള് മലകളും പച്ചപ്പും. അങ്ങനെ ഈ ഒരു ചേച്ചീന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് നമ്മൾ വന്ന് കയറിയതാണ്. ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന സാധനം മാഗിയും ചായയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഞ്ചാബിൽ നിന്ന് ട്രിപ്പ് വന്നാണ് ഉമ്മാരെ നമ്മൾ കണ്ടുമുട്ടുന്നത്. അങ്ങനെ കുറച്ചു നേരം ഉമ്മാർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അവന്മാരുടെ നാട്ടിലെ കുറെ കഥയൊക്കെ പറഞ്ഞിട്ട് അവന്മാരങ്ങ് പോയി. മലകളുടെ രാജകുമാരി എന്നാണ് ഈ മസൂരിയെ അറിയപ്പെടുന്നത്. ഡൽഹിയിൽ നിന്നും 300 കിലോമീറ്റർ ആണ് മസൂരി വരെ വരുന്നത്. ഡൽഹിയിൽ നിന്ന് നിങ്ങൾ ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് അവിടുന്ന് നേരെ മസൂരിക്ക് 30 കിലോമീറ്റർ ഉള്ളു. 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഇവിടെ അടുത്തൊരു അടിപൊളി ഒരു വാട്ടർഫാൾ ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോണത്. ഇവിടുന്ന് വന്നിറങ്ങി നേരെ വണ്ടി എടുത്ത് നമ്മൾ വാട്ടർഫോളിലേക്കാണ് പിടിക്കണം. കാരണം അവിടെ ചെന്നൊന്ന് ഫ്രഷപ്പ് ആകാൻ, ഒന്ന് തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കിടക്കാന്നുള്ളൊരു മൂടാണ്. അപ്പോൾ പോണ വഴി കണ്ടതാട്ടോ. ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആപ്പിൾ തോട്ടമൊക്കെ ഇവിടെ അടുത്തുണ്ടെന്ന് തോന്നുന്നു. 20 രൂപ 30 രൂപ 40 രൂപയൊക്കെയാണ് അവർ പറയണത്. ഇതാണ് ആ വാട്ടർഫാള്. ഇതിന്റെ മേലേക്ക് കയറി പോകണം നമുക്ക്. ആ പോണ വഴിയുള്ള കാഴ്ചകളാണിത്. ഈ ആപ്പിളും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വെച്ച് വിൽക്കുന്നുണ്ട്. എല്ലാം 30 രൂപ 40 രൂപ 20 രൂപ അങ്ങനെയാണ് ഓരോ പ്ലേറ്റിന് വരുന്നത്. അപ്പോൾ ഈ വാട്ടർഫാൾസിന്റെ സൈഡിൽ അതേപോലെ തന്നെ നമുക്ക് ബാത്റൂമും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അവരിട്ടേക്കണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ 100 രൂപ 200 രൂപ റെന്റിന് കിട്ടും. അത് വാങ്ങിയിട്ട് ഫോട്ടോയൊക്കെ എടുക്കാം. ഈ ഒരു ഫ്രെയിമൊക്കെ നോക്ക്, അടിപൊളി ഒരു വാട്ടർഫാൾ ആണ്. ഇത് ഒരുപാട് ദൂരം മേളിലേക്ക് ട്രെക്ക് ചെയ്ത് കയറാനുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരോ വ്യൂ ആണ് ഈ വാട്ടർഫോളിന്റെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര ഒരു ഭംഗി പ്രതീക്ഷിച്ചല്ല നമ്മൾ ഈ ഒരു വാട്ടർഫോളിലേക്ക് വന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറം വരുന്ന ഇവിടുത്തെ ഓരോ വിഷ്വൽസ്. ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാണ്. ഇതിനകത്താണ് നമ്മളിന്ന് മുങ്ങിക്കിടക്കാൻ പോണത്. ഇനി ഇതിന്റെ മേലേക്ക് ഫുള്ള് കാടാണ്. അങ്ങോട്ടേക്ക് ഇനി പോകാൻ പറ്റില്ല. ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് തന്നെ ഫോൺ പവർ ബാങ്കിൽ കുത്തിയിട്ടിട്ട് ഞങ്ങൾ എന്തായാലും കുളിക്കാൻ പോയേ. ഈ മസൂരി ടൗൺ നല്ല വൃത്തിയുള്ള ഒരു ടൗണാണ്. ചെറിയൊരു ടൗണാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലം തേടി പോയാണ്. നമുക്കിന്ന് ക്യാമ്പ് ചെയ്യാനായിട്ട് നൈറ്റ് നിൽക്കാനായിട്ട് ഇവിടെ ഒരു അടിപൊളി സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സ്ഥലം നിങ്ങളൊന്ന് കണ്ടു നോക്കണം, ഏതാ മൂടെന്ന്. നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോണ സ്ഥലത്ത് ഏകദേശം എത്തി. ഇവിടെ നമ്മൾ വണ്ടി വെച്ചിട്ട് ഇവിടുന്ന് നടന്ന് വേണം നമുക്ക് കയറാനായിട്ട്. ഞങ്ങൾ ഗൂഗിളിൽ കയറി വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടൊരു ലൊക്കേഷനാണ്. കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്രയും ഭംഗിയാണ് ഈ ഒരു സ്ഥലം. നമ്മൾ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ച് ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യാന്നുള്ളത്. ആരെങ്കിലും ഇതിനു മുമ്പ് ടെന്റ് അടിച്ചിട്ടുണ്ടോ, ടെന്റ് അടിക്കാറുള്ള സ്ഥലമാണോ, അങ്ങനെ ഒന്നും തന്നെ നമുക്കറിയില്ല. നമ്മൾ ആ ഒരു സ്ഥലത്തിന്റെ ആ ഭംഗി കണ്ടപ്പോൾ തന്നെ ഇന്നെന്തായാലും നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാന്നുള്ള ഉറപ്പിച്ച്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് ആ സ്ഥലം. ഇപ്പൊ ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, അത്രയും വൈബാണ് സ്ഥലം. ഒരു ഡ്രോണും കൂടി കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നല്ല കിടിലം വീഡിയോസ് എടുക്കാം ഇവിടുന്ന്. ഈ ഒരു ലൊക്കേഷൻ വന്നത് ദലായ് ഹിൽസ് എന്ന് പറഞ്ഞൊരു ബുദ്ധന്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. അതിന്റെ ബാക്കിലേക്കാണ് നമ്മളിന്ന് നടന്നു പോകുന്നത്. ഇതാണ് ആ ബുദ്ധന്റെ സ്റ്റാച്ചു വരുന്നത്. ഇതിന്റെ ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് ആ കാണുന്ന അടിയിൽ, ഇതിന്റെ ഏറ്റവും അടിയിലേക്കാണ് നമ്മളിന്ന് നടന്നു പോകാൻ പോണത്. അതിന്റെ അടിയിലേക്ക് ഇറങ്ങൽ ടാസ്ക്കാണ്. അവിടെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പോയിട്ടാണ് നമ്മൾ. ഇവിടെ താഴെ കുറെ കടകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സീനില്ല. എന്തെങ്കിലും വാങ്ങണമെങ്കിലും കുറച്ച് മേലേക്ക് നടന്ന് കയറി വന്നാൽ മതി. ഒരുപാട് ദൂരം ഇല്ല. ഒരുപാട്
ഒരുപാട് മലനിരകൾ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു സ്പോട്ടിൽ നമുക്ക് ടെന്റ് അടിക്കാൻ എന്തെങ്കിലും പെർമിഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വേണോ എന്നുള്ളതാണ് വേറൊരു ഡൗട്ട്. എന്തായാലും താഴത്തേക്ക് എത്തിയിട്ട് നോക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ആരും തന്നെ ഇവിടെ ടെന്റ് അടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ടെന്റ് അടിക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിന്റെ മേലെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കാണുന്നതല്ല. 6500ഓളം അടി ഉയരത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മൾ കണ്ട ബുദ്ധന്റെ സ്റ്റാച്ചു ഇരിക്കണ എത്രത്തോളം ദൂരെയാണെന്ന് നോക്ക്. അത്രയും ദൂരെ എത്തി നമ്മൾ ഈ ടെന്റ് അടിക്കാനായിട്ട് വന്ന സ്ഥലം. നമ്മുടെ ഇതിനു മുമ്പത്തെ സ്ഥലം വാരണാസി ആയിരുന്നു. അവിടെ നമ്മൾ 2 ദിവസം റൂമിൽ സ്റ്റേ ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ടെന്റ് എടുത്തത്. ടെന്റ് നാട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പോകുന്നത്. ഇന്ത്യയിൽ എവിടെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ അവിടെ മൊത്തം നമ്മൾ ക്യാമ്പ് ചെയ്യും. അതാണ് നമ്മൾ ടെന്റും എടുത്ത് ഇറങ്ങിയേക്കണം. ഇനി വരുന്നത് മൺസൂൺ സീസൺ ആണ്. ഹെവി മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നുള്ളത് കുറച്ച് ഡൗട്ട് ഉണ്ട്. ഇവിടുത്തെ എല്ലാ കടകളും ഇതുപോലെ തന്നെ ഫ്ലാഗ് ഒക്കെ ഇട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. മിക്ക ജംഗ്ഷനിലും റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുൾ വൈബാണ് ഉത്തരാഖണ്ഡ്. ഹിമാലയൻ മലനിരകളുടെ ഇടയിലാണ് ഇന്ന് രാത്രി നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണം. എന്താവോ എന്തോ. നേരം വെളുക്കാതെ ഇനി ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ മലേന്റെ മേലെ കയറല് കുറച്ച് ടാസ്ക്കാണ് എല്ലാ സാധനങ്ങളുമായിട്ട്. ഈ വീഡിയോന്റെ തമ്പനയിൽ കണ്ടു വന്നവര് ആ കാണുന്ന ചെടിയാണ് ഇവിടെ ഫുള്ളുള്ളത്. ആ ചെടി ഏതാന്ന് ഞാൻ പറയാനില്ല. ഈ ഒരു മലേന്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ചെറിയ 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 ചെടികളാണ്. എല്ലാം വളർന്നു തുടങ്ങിയിട്ടുള്ളൂ. ഈ ഒരു നല്ല കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മളൊരു ക്യാമ്പ് ഫയർ സെറ്റ് ആക്കാനായിട്ട് വിറക് നോക്കിയിട്ട് ഇവിടെ ഒന്നും തന്നെ കാണാനില്ല. പിന്നെ ഇവിടെ തീയിട്ട് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നമാകുമോന്നും അറിയില്ല. അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലത്ത് പാതിരാത്രി ടെന്റ് അടിച്ച് നമ്മളിവിടെ കിടക്കേ. എന്തെങ്കിലും മൃഗങ്ങൾ ശല്യം ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. നാളെ രാവിലെ എണീറ്റിട്ട് വേണം വേറൊരു സ്ഥലത്തേക്ക് പോകാൻ. ഇതിലും അടിപൊളി ഒരു സ്പോട്ട് വേറെ ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കി ഇവിടെ വന്നത്. നാളെ രാവിലെ നമ്മൾ എണീറ്റിട്ട് പോണ ആ ഒരു അടിപൊളി സ്ഥലത്തേക്കായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. മസൂരിയിലെ അടുത്ത കാഴ്ചകളുമായി നമ്മൾ ഇനിയും വരുന്നതാണ്.